അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം പൂർത്തിയായ ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ, വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ദിവസം, ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ രണ്ടിൽ പുതിയിൽ തുണിഞ്ഞ ശരീരവുമായി മഹ്ശറിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന ദിവസം, മഹാസമ്മേളനം, അല്ലാഹു തആല വിശ്വാസികളെ കണ്ടുകൊണ്ട് അഭിമാനിക്കുന്ന ദിവസം, ലോകത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്ന ദിവസം, അള്ളാഹു അവൻ്റെ വിശ്വാസികൾക്ക് സർവ്വപാപങ്ങളും പുറത്തു കൊടുത്തുകൊണ്ട് ഉമ്മ പ്രസവിച്ചിടപ്പെട്ട കുട്ടിയെപ്പോലെ പരിശുദ്ധമാക്കുന്ന സുദിനം. അന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളെ അള്ളാഹു നരകമോചനം നൽകുന്ന സുദിനം. നിങ്ങൾക്കറിയില്ല ആ സുദിനം? അതാണ് അറഫ. നാളെയാണ് നമുക്ക് അറഫ ദിനം കടന്നു വരുന്നത്. ഹാജിമാർക്ക് ഈ വർഷം ഇന്നാണ് അറഫ. ആ അറഫ എന്ന് പറയുന്നത് മക്കയിലുള്ള ഒരു പ്രദേശമാണ്. അറഫ മൈതാനം നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയാണ് സയ്യിദന ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു തആല അൻഹയും സ്വർഗത്തിന് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം. അവിടെയാണ് വിശ്വാസികൾ മുഴുവനും അവരുടെ പാപങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്ന സ്ഥലം. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പഠിപ്പിച്ചു കൊടുത്ത സ്ഥലം. ആ സ്ഥലത്തിന് അള്ളാഹു തആല നൽകിയിരിക്കുന്ന പവിത്രത, ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം അറഫയിൽ നിൽക്കലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാളെ കടന്നു വരുന്ന ആ അറഫ സുദിനത്തിനെ ആദരിക്കലും ബഹുമാനിക്കലും സർവാത്മന ആരാധനകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതും വിശ്വാസികളുടെ കടമയാണ്. 5 രാവുകളെ ആരെങ്കിലും ഹയാത്താക്കിയാൽ അവർക്ക് സ്വർഗം നിർബന്ധമായിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം. ഒന്ന് ദുൽഹിജ്ജ് 8 ലൈലത്തു തർവിയാണ്. മറ്റൊന്ന് ലൈലത്തു അറഫ ദിനത്തിൻ്റെ രാവാണ്, അഥവാ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന രാവ്. പിന്നെ 2 പെരുന്നാൾ രാവും അതുപോലെ ശഅബാനിൻ്റെ 15 രാവുമാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൈറു ദുആഇ യൗമി അറഫ. ദുആകളിൽ ഏറ്റവും ഖൈറായ പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് രാവുകൾ നമ്മൾ ഹയാത്താക്കുകയും പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ പകലിലാണ് നമ്മൾ നോമ്പ് പിടിക്കൽ സുന്നത്തുള്ളത്. ഏറ്റവും ശക്തിയേറിയ സുന്നത്താണ് അറഫ നോമ്പ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നത് കഴിഞ്ഞുപോയ വർഷത്തെയും വരാനിരിക്കുന്നൊരു കൊല്ലത്തെയും പാപമോചനമാണ്. അഥവാ അറഫ നോമ്പ് പിടിക്കുന്നവർക്ക് ഒരു കൊല്ലം കൂടി ആയുസ് കിട്ടുമെന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസത്തിനെ വളരെ ഗൗരവമായി മനസ്സിലാക്കി അതിനെ ആദരിച്ചുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. നാഥൻ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.